നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് സ്വന്തം ജനത നൽകിയ മഹത്തായ നിർവചനമാണ്. ഇന്ത്യ എന്ന ആശയം ആധുനിക ദേശരാഷ്ട്രമായി സ്വയം അടയാളപ്പെടുത്തിയത് ഭരണഘടനയുടെ ഈ ആത്മാവിൻ്റെ കരുത്തിലാണ്. ഇന്ന് ഭരണഘടനാ ദിനമാണ്, നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 1949 നവംബർ മാസം 26 തീയതി ഭരണഘടനാ സഭ അംഗീകാരം നൽകിയതിൻ്റെ ഓർമ്മയിലാണ് എല്ലാ വർഷവും ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ലോകത്ത് എഴുതപ്പെട്ടതിലെ ഏറ്റവും വലിയ ഭരണഘടനയുടെ കരട് നയം തയ്യാറാക്കിയത്. അവസാന കരടുരേഖയ്ക്ക് രൂപം നൽകിയപ്പോൾ 2473 ഭേദഗതികൾ പിന്നെയും ചർച്ച ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ എന്ന ധിഷണാശാലിയുടെ ഈ സൂക്ഷ്മതയ്ക്ക് രാജ്യത്തിൻ്റെ കടപ്പാട്. ലോകത്തിലെ മറ്റു പല ഭരണഘടനകളും അവ രേഖപ്പെടുത്തിയ കടലാസിനോടൊപ്പം നശിച്ചു പോയിട്ടും നമ്മുടെ ഭരണഘടന കാലാതീതമായി നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ കാതൽ ഭരണഘടനയാണ്, അഥവാ ഇന്ത്യയെ സൃഷ്ടിച്ചതു തന്നെ ഭരണഘടനയാണ്. അതിൻ്റെ അടിസ്ഥാന ചട്ടക്കൂടിന്മേൽ ഭരണകൂടം അതിക്രമം കാട്ടാത്ത കാലത്തോളം സ്വതന്ത്ര ഇന്ത്യയുടെ ഭാവിയും സുരക്ഷിതമാണ്. ചിലർ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന തിരുത്തി എഴുതുന്നതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ആ ചർച്ചകളെല്ലാം അവസാനിച്ചതും നമ്മൾ കണ്ടു. ഇന്ത്യയുടെയും ഇന്ത്യൻ പൗരാവകാശത്തിൻ്റെയും ആധാരശിലയാണ് ഭരണഘടന. ആരെല്ലാം ചോദ്യം ചെയ്താലും ഓരോ ഇന്ത്യക്കാരൻ്റെയും അധികാരാവകാശ ശക്തിയായി അത് അങ്ങനെ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭരണഘടന നമ്മളോട് ആവർത്തിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു മതേതരവാദിയായിരിക്കണം. നിങ്ങൾ എപ്പോഴും ശാസ്ത്രീയമായ യുക്തിയും മാനവികതയും ചിന്താശേഷിയും പുലർത്തുന്ന വ്യക്തിയായി തുടരണം. നിങ്ങൾ സഹജീവികളെ സ്നേഹിക്കണം. നിങ്ങൾ സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഈ നാട്ടിൽ ജനാധിപത്യം ഉണ്ടാവുക.